അനുക്കുട്ടി റെഡിയാണ് ബിഗ് ബോസ് പോകാൻ. ഞങ്ങളിതാ ഹോട്ടൽ റൂമിൽ നിൽക്കുവാണ്. ഞാനിന്ന് ഇവിടെ നിന്ന് പോവാണ്. ഫോണൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെ ഇതല്ലേ അവർക്ക് നല്ലോണം നിൽക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇന്നലെ വരെ ഇല്ലായിരുന്നു, ഇന്ന് ടെൻഷൻ ഉണ്ട്. മേടിക്കണം, ഇടുക്കിയായിട്ട് എല്ലാം ചെയ്ത് ഗപ്പ് അടിച്ച് വരണം എന്നാണ് ആഗ്രഹം. യു ക്യാൻ ഡു ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മളിതാ കാറിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ബിഗ് ബോസ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നത്. പിന്നെ ക്യാരവാൻ, അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒബ്വിയസ്ലി ഞാനൊന്നും ഇതുവരെ കയറിയിട്ടില്ല ക്യാരവാനിൽ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് നിമിഷം കുറച്ച് പ്രാക്ടീസും ഒക്കെ നോക്കുമായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ പെർഫോം ചെയ്യേണ്ട ഡാൻസിൻ്റെ ഒരു ലാസ്റ്റ് സെഷൻ പ്രാക്ടീസും സ്റ്റെപ്സ് ഓർക്കലും പണിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇപ്പം ഭയങ്കര ടെൻഷനിലാണ്. ഫോട്ടോ സെഷനും ഈ പെർഫോമൻസും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ക്യാരവാനിൽ വന്ന് ഇരുന്നിട്ടാണ് ആക്ച്വലി നമ്മുടെ ആ ഗെയിം നമ്മൾ ചെയ്തത്. ആ ഗെയിമും കഴിഞ്ഞതിന് ശേഷമാണ് അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞങ്ങൾ ഹോട്ടലിൽ പോയി. പിറ്റേ ദിവസമാണ് ലാലേട്ടൻ വരുന്നതും ഇവരുടെ എൻട്രിയൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. എന്തോ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഈ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ദേ ആർ സെൻഡിങ് ബാക്ക്. ഇന്ന് വൈകിട്ടായിരിക്കും അവരുടെ ഫങ്ഷൻ. അപ്പോൾ ഭയങ്കര സങ്കടത്തോടെയാണ് പോകുന്നത്. ഇനിയൊരു കുറേ ദിവസം മനുവിനെ കാണാൻ പറ്റത്തില്ല. അവളൊരു 100 ദിവസം അവിടെ നിന്ന് ജയിച്ച് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവളെ കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് പോവുകയാണ് എയർപോർട്ടിലോട്ട്. 8 മണിയാകുമ്പോൾ ക്യാബ് വന്നു. എയർപോർട്ടിൽ പോവുകയാണ്.